ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ UK എഡ്യു പ്ലസ് ചാനൽ. എല്ലാവർക്കും UK എഡ്യു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10th 10ാം ക്ലാസ്സിൽ ഓണപ്പരീക്ഷയ്ക്ക് വരാവുന്ന സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമനിസം, ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം 1 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. മെൻഷൻ ദ കൺട്രി വെർ ദി റിനൈസൻസ് എമർജഡ്. ഏത് രാജ്യത്താണ് റിനൈസൻസ് നവോത്ഥാനം എമർജ് ചെയ്തത്? ആൻസർ ഇറ്റലി. രണ്ടാമത്തെ ചോദ്യം, ദ കൺട്രി വെർ ദി റിഫോർമേഷൻ ബിഗാൻ. ഏത് രാജ്യത്താണ് മതനവീകരണം സ്റ്റാർട്ട് ചെയ്തത്? ആൻസർ ജർമ്മനി. തേർഡ് ക്വസ്റ്റ്യൻ, ഹൂ മെയ്ഡ് ദ സ്കൾപ്ചർ പിയാത്ത. പിയാത്ത എന്ന ശില്പം നിർമ്മിച്ച വ്യക്തി? ആൻസർ മൈക്കൽ ആഞ്ചലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സ്റ്റാർട്ടഡ് ദ റിഫോർമേഷൻ. റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ മാർട്ടിൻ ലൂതർ. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ സിറ്റി വെർ ദി മീഡിയ ഫാമിലി ഗ്രൂ. ഏത് സിറ്റിയിൽ, ഏത് നഗരത്താണ് മീഡിയ ഫാമിലി വളർന്നു വന്നത്? ആൻസർ ഫ്ലോറൻസ്. അപ്പോൾ 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൽ സാധാരണയായിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യനൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അതായത് ഏത് രാജ്യത്താണ് നവോത്ഥാനം ആവിർഭവിച്ചത്? ആൻസർ ഇറ്റലി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെൻഷൻ ദ ലീഡേഴ്സ് ഓഫ് റിഫോർമേഷൻ ഓഫ് ജർമ്മനി. ജർമ്മനിയിൽ റിഫോർമേഷന് തുടക്കം കുറിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ജോൺ കാൽവിനും ഉൾറിച്ച് സ്വിംഗ്ലി. 2 വ്യക്തികളാണ് ജർമ്മനിയിൽ റിഫോർമേഷന് തുടക്കം കുറിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലുസിഡേറ്റ് ദ ഡിഫറൻസ് ഓഫ് ദി ഇറ്റാലിയൻ സിറ്റി വിത്ത് ദാറ്റ് ഓഫ് അതർ യൂറോപ്യൻ സിറ്റി. ഇറ്റാലിയൻ സിറ്റി യൂറോപ്പിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. എന്തുകൊണ്ട്? ആൻസർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്. കൂടാതെ ട്രേഡേഴ്സ് ഇൻ ദി സിറ്റീസ് വെർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദി വെൽത്തി ഇറ്റാലിയൻ ഫാമിലീസ് ദാറ്റ് എമർജ്ഡ് ഇൻ ദ ഇറ്റാലിയൻ സിറ്റീസ്. ഇറ്റാലിയൻ നഗരങ്ങളിൽ വളർന്നു വന്ന പ്രധാനപ്പെട്ട വെൽത്തി ഫാമിലി ഏതൊക്കെയാണ് നോക്കാം. മെഡിസി, സ്ഫോർസ, ദെൻ ഫെമിനീസ്, ദെൻ ഓസിനി, വിസ്കൊന്തി. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വെൽത്തി ഫാമിലി, ഇറ്റലിയിലെ ധനികരായിട്ടുള്ള പ്രധാനപ്പെട്ട കുടുംബങ്ങൾ. ഇതിൽ സാധാരണയായിട്ട് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇറ്റാലിയൻ സിറ്റീസ് അല്ലെങ്കിൽ ഇറ്റാലിയൻ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, അത് സാധാരണ ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ മോർ ഇൻഡിപെൻഡൻറ്റ്, ദെൻ വെൽത്തി ആണ്, ഡൈനാമിക് ആണ്. പിന്നെ ഇറ്റലിയിലെ ട്രേഡേഴ്സ്, കച്ചവടക്കാർക്ക് ബാങ്കിങ് മേഖലയെക്കുറിച്ചും അതുപോലെ ഇൻഷുറൻസിന്, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുള്ള വ്യക്തികളായിരുന്നു ട്രേഡേഴ്സ്, ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാർ. അതുപോലെ ഇതും ചോദിക്കാറുണ്ട്, റിഫോർമേഷൻ, ജർമ്മനിയിൽ റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന്. ആ വ്യക്തികളുടെ പേര് പഠിച്ചു വയ്ക്കുക. ജോൺ കാൽവിൻ, പിന്നെ ഉൾറിച്ച് സ്വിംഗ്ലി. 2 പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തിനി നമ്മൾ പറയാൻ പോകുന്നത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതുപോലെ അതിനുശേഷം 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളൊക്കെ ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കും. എല്ലാവരും വൃത്തിയായിട്ടതെല്ലാം പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 6 മാർക്കിൻ്റെ എസ്സേ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉണ്ടാവും. അതുപോലെ 2 മാർക്കിൻ്റെ
ചോദ്യങ്ങളും ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, റിഫോർമേഷൻ ആൻഡ് കൗണ്ടർ റിഫോർമേഷൻ. കൗണ്ടർ റിഫോർമേഷനും അതുപോലെ റിഫോർമേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. അതിൽ റിഫോർമേഷൻ എന്ന് പറയുന്നത്, റിഫോർമേഷൻ വാസ് എ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് സർട്ടൻ പ്രാക്ടീസസ് ആൻഡ് ബിലീഫ്സ് വിത്തിൻ ദി കത്തോലിക് ചർച്ച്. അതായത് കത്തോലിക്ക സഭയിൽ നിലനിന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി രൂപം കൊണ്ട ഒരു പ്രതിഷേധ പ്രസ്ഥാനമാണ് ശരിക്കും റിഫോർമേഷൻ എന്ന് പറയുമ്പോൾ. റിഫോർമേഷൻ വാസ് എ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് സർട്ടൻ പ്രാക്ടീസസ് ആൻഡ് ബിലീഫ്സ് വിത്തിൻ ദി കത്തോലിക് ചർച്ച്. ഇനി കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുമ്പോൾ, കൗണ്ടർ റിഫോർമേഷൻ വാസ് എ മൂവ്മെൻറ്റ് ഇനീഷ്യേറ്റഡ് ബൈ ദി കത്തോലിക് ചർച്ച് ടു റിഫോം ഇറ്റ് സെൽഫ്. അതായത് കത്തോലിക്ക സഭയിൽ രൂപം കൊണ്ട സ്വയം നവീകരണ ശ്രമങ്ങളാണ് മത നവീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, റിഫോർമേഷനും അതോടൊപ്പം തന്നെ കൗണ്ടർ റിഫോർമേഷൻ. അപ്പോൾ റിഫോർമേഷൻ സാധാരണയായിട്ട് നമുക്കറിയാം കത്തോലിക്ക സഭയിൽ നിലനിന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി രൂപം കൊണ്ട ഒരു പ്രതിഷേധ പ്രസ്ഥാനം. എന്നാൽ കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയിൽ രൂപം കൊണ്ട സ്വയം നവീകരണ ശ്രമങ്ങളെയാണ് മതനവീകരണം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, റിഫോർമേഷൻ ആൻഡ് കൗണ്ടർ റിഫോർമേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചു റിഫോർമേഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ റിഫോർമേഷന് തുടക്കം കുറിച്ച ലീഡർ ആരാണ്. ഈ കാര്യങ്ങളൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത മറ്റൊരു 4 മാർക്കിൻ്റെ ചോദ്യം, ലിസ്റ്റ് ഔട്ട് ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് പെയിൻറ്റിങ്. റിനൈസൻസ് പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകതയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. റിനൈസൻസ് പെയിൻറ്റിങ് ഇവിടെ പോയിൻറ്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. റിനൈസൻസ് പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിൻ്റ് ലാൻഡ്സ്കേപ്സ് എന്ന് പറയുമ്പോൾ ഭൂദൃശ്യങ്ങൾ. സെക്കൻഡ് പോർട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഛായാചിത്രങ്ങൾ. ദെൻ ദ യൂസ് ഓഫ് കളർ ടു ഇല്ലുസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്. അതായത് ഈ അകലങ്ങളൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്, അകലവും ദൂരങ്ങളൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി അവർ പലതരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നുണ്ട് റിയലിസ്റ്റിക് ഡിപ്പിക്ഷൻ ഓഫ് ദി ഹ്യൂമൻ ബോഡി, അതായത് മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം. പിന്നെ അടുത്തത് ദ യൂസ് ഓഫ് ഓയിൽ പെയിൻറ്റ്. ഓയിൽ പെയിൻറ്റ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം. പിന്നെ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോംസ്, അതായത് മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണം. ഇതൊക്കെയായിരുന്നു നവോത്ഥാന കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകത. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പോയിൻറ്റ്സൊക്കെ പഠിച്ചു വയ്ക്കുക. അടുത്ത് നമ്മളിനി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിസ്റ്റ് ഔട്ട് ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് ദി ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ ദി സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ് ഓഫ് യൂറോപ്പ് ഡ്യൂറിങ് ദി 14th century. അതായത് 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് ചോദിക്കുന്നത്. പോയിൻറ്റ്സായി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് ഹ്യൂമനിസം, ദെൻ അർബൻ ലൈഫ്, ദെൻ പ്രോഗ്രസ് ഓഫ് ട്രേഡ്, റൈസ് ഓഫ് നാഷൻ സ്റ്റേറ്റ്സ്, റാഷണലിസം, സെക്യുലർ വാല്യൂസ്, മോണിറ്ററി ഇക്കണോമി, ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, ഇൻഡിവിജ്വൽ ലിബർട്ടി, ചേഞ്ചസ് ഇൻ ദി റീൽസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ
രാഷ്ട്രീയ, സാമൂഹിക, അതുപോലെ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങളാണ്. ഫസ്റ്റ് പോയിൻ്റ് ഹ്യൂമനിസം. സെക്കൻഡ് അർബൺ ലൈഫ്, നഗരജീവിതത്തിൻ്റെ വളർച്ച. പിന്നെ പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവടത്തിൻ്റെ പുരോഗതി. ദെൻ റൈസ് ഓഫ് നാഷൻ സ്റ്റേറ്റ്സ്, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച. പിന്നെ സെക്കുലർ വാല്യൂസ്, മതേതര മൂല്യങ്ങളുടെ വ്യാപനം. മോണിറ്ററി ഇക്കണോമി, പണാധിഷ്ഠിത സമ്പദ്ഘടന. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം. പിന്നെ ചേഞ്ചസ് ഇൻ ദി റീൽസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്, കലാ ശാസ്ത്ര രംഗങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഇതെല്ലാം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന്, ഹ്യൂമനിസം എന്ന ചാപ്റ്ററിൽ നിന്ന് ഓണപ്പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളുമുണ്ട്, ഉത്തരങ്ങളും. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ദെൻ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അതോടൊപ്പം തന്നെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇതെല്ലാവരും പഠിച്ചു പോവുക. ഓക്കെ ആണല്ലോ? അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും സമർപ്പിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചു പോവുക. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ 2ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ട് വരും. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാവർക്കും വാച്ച് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചു പോകും. ഓക്കെ.